Good morning, sir, and my dear friends. Today's topic is about Kirkpatrick's basic level of evaluation. Before going to the topic, let us see the meaning of models of evaluation. Models of evaluation. Many evaluation models were developed in the 1970s and 1980s. These evaluation models were to profound impact on how designers would come to use the evaluation process. The new models were used on projects that included extensive development work, multiple forms of instructional delivery. These projects tended to have large budgets and any staff members and were often housed in universities. Examples were teacher crops projects aimed at reforming teacher education and math projects that attempted to redefine what and how children learned about mathematics. ഇതിൻ്റെ മീനിങ് പറയുന്നത് ഈ ഒരു മോഡൽസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് 1970 ആൻഡ് 1980 മധ്യയാണ്. മോഡൽസ് ഓഫ് ഇവാലുവേഷന് എന്ത് റിസൾട്ടാണ് ഇവാലുവേഷൻ പ്രോസസ്സിൽ കൊണ്ടുവരുന്നത്, ആ ഡിസൈനേഴ്സ് എങ്ങനെ ഫ്രെയിം ചെയ്താലാണ് നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് ഇവാലുവേഷൻ മോഡൽസിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് ഈ മോഡൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇൻസ്ട്രക്ഷണൽ ഡെലിവറി ഒന്നിൽ കൂടുതൽ ഫോംസ് ആകുമ്പോഴും പിന്നെ എക്സ്റ്റെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്ക് ആകുമ്പോഴാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ കുട്ടികളെ മാത്സ് പഠിപ്പിക്കുമ്പോൾ മാത്സ് പ്രോജക്റ്റ് എപ്പോഴും ഡീൽ ചെയ്യുന്നത് മാത്സ് കുട്ടികൾക്ക് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ്. അതുപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ എപ്പോഴും എങ്ങനെയാണ് ടീച്ചേഴ്സിനെ ബെസ്റ്റ് ആക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രെയിനിങ് കൊടുത്താലാണ് നമുക്കൊരു ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നത് എന്നാണ് മോഡൽസ് ഓഫ് ഇവാലുവേഷനിലൂടെ എഡ്യൂക്കേഷൻ ബേസിസിൽ പറയുന്നത്. നെക്സ്റ്റ്, ദ വേരിയസ് മോഡൽസ് ഓഫ് ഇവാലുവേഷൻ ആർ Kirkpatrick's 4-level model, the Stufflebeam CIPP model, Flashlight Trade model of evaluation. ഇതിനകത്ത് ഇന്നലെ Kirkpatrick 4-level മോഡലിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് അപ്രോച്ചസിനെ പറ്റി സൗമ്യ പറഞ്ഞിരുന്നു. ഇനി ഇതിൻ്റെ ബേസിക് ലെവലിനെ കുറിച്ചാണ് ക്ലാസ്. അപ്പം Kirkpatrick മോഡൽ കണ്ടുപിടിച്ചേക്കുന്നത് നമ്മുടെ ഡോക്ടർ ഡൊണാൾഡ് എൽ Kirkpatrick ആണ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പ്രൊഫൈൽ നമുക്ക് കാണാം. ബോൺ ഓൺ 15th March 1924, റിച്ച്ലാൻഡ് സെൻറ്റർ, USA. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ. മെഡിസൺ അത് USA-ലാണ്. ദെൻ ഹി വാസ് എ പാസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് അമേരിക്കൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ബ്രീഫ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറയാമെങ്കിൽ ഡോക്ടർ ഡൊണാൾഡ് Kirkpatrick's ഐഡിയാസ് വർ ഓൺ മെഷറിംഗ് ട്രെയിനിങ് എഫക്റ്റീവ്നെസ് വർ ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ 1959. അതായത് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത് 1959-ലാണ്. ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇതൊരു 4-level മോഡലാണ്, സിമ്പിളാണ്, ഫ്ലെക്സിബിളാണ്, പിന്നെ കോംപ്രഹെൻസീവ് ആണ്. നെക്സ്റ്റ്, ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതാണ് പർപ്പസ് ഓഫ് ദിസ് മോഡൽ. Kirkpatrick's 4-level ട്രെയിനിങ് ഇവാലുവേഷൻ മോഡൽ ക്യാൻ ഹെൽപ്പ് യു ടു ആൻസർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്. അതായത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ Kirkpatrickൻ്റെ മോഡൽ നമ്മളെ സഹായിക്കും. We can use it objectively to analyze the impact of training to work out how well your team members learned and to improve their learning in the future. എത്രത്തോളം നമ്മുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പഠിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് എന്ത് ലേണിംഗ് അപ്രോച്ച് യൂസ് ചെയ്താൽ നമുക്ക് അവരെ ഭാവിയിൽ മാറ്റിയെടുക്കാം എന്നൊക്കെ കാര്യങ്ങളതിനെക്കുറിച്ചാണ് അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ Kirkpatrick's മോഡൽ ഓഫ് ഇവാലുവേഷൻ ഉപയോഗിക്കാറ്. പിന്നെ ടു ഗെയിൻ ഇൻഫോർമേഷൻ ഹൗ ടു ഇംപ്രൂവ് ഫ്യൂച്ചർ ട്രെയിനിങ് സെഷൻസ്.
അതായത് ഇനി ഇത് നമുക്ക് ഭാവിയിലുള്ള ഫ്യൂച്ചർ ട്രെയിനിങ് സെഷൻസ്, അതായത് ഇനി വരാൻ പോകുന്ന ട്രെയിനിങ് സെക്ഷൻസ് എത്രത്തോളം സക്സസ്ഫുൾ ആക്കാമെന്നാണ്. അതിന് വേണ്ടിയിട്ടും നമ്മൾ ക്രിക്പാട്രിക്കിൻ്റെ മോഡൽ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, ടു ഡിസൈഡ് വെദർ ടു കണ്ടിന്യൂ ഓർ ഡിസ്കണ്ടിന്യൂ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇതിനിയും തുടരണോ, നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് എഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എഫക്റ്റ് ഇല്ലയോ, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ നമുക്ക് തുടരണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഈ പഠിക്കുന്ന മോഡൽ. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇനിയും പറഞ്ഞേക്കുന്നത്. ഡൊണാൾഡ് ക്രിക്പാട്രിക്, ഫോർമർ പ്രൊഫസർ എമെറിറ്റസ് at University of Wisconsin, first published his model in 1959. Later, he updated it in 1975 and again in 1993. He published his best-known work, Evaluating Training Programs. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ബുക്കിൻ്റെ പേരാണ് ഇവാലുവേറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന്. Next, each successive level of the model represents a precise measure of the effectiveness of training programs. It was further developed by his son James. അതിൽ പറഞ്ഞേക്കുന്ന ഓരോ മോഡൽസും അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഓരോ ലെവൽസും അത് എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും എത്രത്തോളം നമുക്ക് സക്സസ്ഫുൾ ആക്കാമെന്ന് തീരുമാനിക്കുന്ന ലെവൽസാണ്. Next, in 2016, James and his wife Wendy revised and clarified the original theory and introduced a new World Kirkpatrick's model. In their book, 4 Level of Training Evaluation, one of the main addition is the importance of making training relevant to people everyday jobs. അതായത് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ എത്രത്തോളം നമുക്ക് ട്രെയിൻ ചെയ്യാം. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡെയിലി പോകുമ്പം തന്നെ നമുക്ക് ടാർഗറ്റ് തരും. പ്രത്യേകിച്ച് ബാങ്കിലും അല്ലെങ്കിൽ ഈ റിലയൻസ് പോലത്തെ സ്ഥാപനങ്ങളിൽ ഒരു ദിവസം അവർക്ക് ഇത്രയും ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇപ്പം രാവിലെ ചെല്ലുമ്പം തന്നെ അവരുടെ സ്റ്റാഫ് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ്സിനോ അവർ ട്രെയിൻ ചെയ്ത് വിടും. ഇന്നപോലെ ഇത്രയും അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ടാർഗറ്റ് ഓരോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സിനോ അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അത് എങ്ങനെ റിലവൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ സക്സസ്ഫുൾ ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ സക്സസ്ഫുൾ ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാമെന്നാണ് ഇതിലൂടെ പറയുന്നത്. കൂടുതലും നമ്മളിത് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കാറ്. ഈ ബിസിനസ്സും എഡ്യൂക്കേഷനും ഒരുവിധം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി ആണ്. ദ 4 level മോഡൽ ഓഫ് ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ്. അതായത് നമുക്ക് ട്രെയിനിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഈ മോഡലിലൂടെ. നെക്സ്റ്റ്, ഇവാലുവേഷൻ ഈസ് ബിൽറ്റ് ഇൻ ഈച്ച് ഓഫ് ദ 4 levels ഓഫ് ദ മോഡൽ. ദീസ് ലെവൽസ് ആർ റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്സ്. അപ്പോൾ അറിയാം, ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ ലെവൽസാണിത്. ഈ ലെവൽസിലൂടെ വേണം നമ്മൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യാൻ. പ്ലാനിങ് ദാറ്റ് യൂസസ് ദ മോഡൽ ഈസ് ഡൺ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് ദാറ്റ് ഐഡൻറ്റിഫൈങ് ടാർഗറ്റഡ് ഔട്ട്കംസ് ആസ് ദ റിസൾട്ട് ഈവൻ ബിഫോർ എംബാർക്കിംഗ് ഓൺ ലെവൽ 1 ഫോർ ദ റിയാക്ഷൻ ലെവൽ. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്ലാനിങ്ങിലൂടെ വേണം നമ്മുടെ ടാർഗറ്റഡ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യാൻ. എന്നാലേ നമുക്ക് അവിടെ ഒരു സക്സസീവ് എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. നെക്സ്റ്റ്, നമ്മൾ ലെവൽസ് ഓഫ് ഇവാലുവേഷനാണ്. ലെവൽ 1 റിയാക്ഷൻ, ലെവൽ 2 ലേണിംഗ്, ലെവൽ 3 ബിഹേവിയർ ആൻഡ് ലെവൽ 4 റിസൾട്ട്സ്. ഇനി ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഈ ചാർട്ടിലൂടെ ട്രയാങ്കുലർ ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലെവൽ 1 റിയാക്ഷൻ പറയുന്നത് ഹൗ സാറ്റിസ്ഫൈഡ് ആർ ദ ലേണേഴ്സ് വിത്ത് ദ ലെസൺസ്. നെക്സ്റ്റ്, ലെവൽ 2 പറയുന്നത് വാട്ട് ഹാവ് ദ ലേണേഴ്സ് ലേൺഡ്. ലെവൽ 3 പറയുന്നത് ലെവൽ 3 ബിഹേവിയർ പറയുന്നത് വാട്ട് ഡു ലേണേഴ്സ് അപ്ലൈ ഇൻ പ്രാക്ടീസ്. ലെവൽ 4 പറയുന്നത് ആർ ലേണേഴ്സ് ഇൻഫോർമേഷൻ ലിറ്ററേറ്റ് ഹാസ് റിസൾട്ട്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ്, നമുക്കൊരു ഓരോ ലെവൽ നോക്കി പോകാം. ഇനി ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ടു വാട്ട് ഡിഗ്രി ദ പാർട്ടിസിപ്പൻസ് റിയാക്റ്റഡ് ഫേവറബിളി ടു ദ ലേണിംഗ് ഇവൻറ്റ്.
Is there a feeling of satisfaction, whether they are feeling good about the training? Participants' feedback are being taken as evaluation at this level. അപ്പം റിയാക്ഷൻ പറയുന്നത് നമുക്കറിയാം, എപ്പോഴും ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ റിയാക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു സർവേ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാറ്. സർവേ മീൻസ് കുട്ടികൾക്ക് ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ നടത്തുന്നെങ്കിൽ നമ്മൾ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലയോ, ക്ലാസ് ഗുഡായിരുന്നോ ബാഡായിരുന്നോ എന്നൊരു പറഞ്ഞുകൊണ്ട് കുറേ ഫീഡ്ബാക്ക്സ്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് എന്നൊക്കെ നമ്മൾ കുറേ സർവേ നടത്തും. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ട്രെയിനിങ് എഫക്റ്റീവായോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അതാണ് ലെവൽ 1. നെക്സ്റ്റ് ലെവൽ 2 ലേണിംഗ്. Determine to degree participants have acquired the intended knowledge, skills and attitudes based on participation in the learning event. ഇത് എത്രത്തോളം അക്വിസിഷൻ ഓഫ് നോളേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എഡ്യൂക്കേഷൻ്റെ ബേസിസ് പറയുവാണെങ്കിൽ എത്രത്തോളം നോളേജ് അവർ അക്വയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്കിൽസ് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ ലേണിങ്ങിലൂടെ നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എപ്പോഴും ഒരു ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ് അത് ട്രെയിനേഴ്സ് നടത്താറ്. അത് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ലേണേഴ്സ് എത്രത്തോളം അച്ചീവ്ഡ് ആണെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടെസ്റ്റിങ്ങും അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിൻ്റെ ലെവല് കൊണ്ട് കിർക്ക്പാട്രിക് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ലെവൽ 3 ബിഹേവിയർ. Determine to what extent participants can demonstrate transfer of learning to workplace settings at this level, looking for evidence of change in the job behavior as a result of training or new learning. അതായത് നമ്മളിപ്പം നേരത്തെ സെക്കൻഡ് ലെവലിൽ പഠിച്ചത് അത് നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടത്തി, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മുടെ ബിഹേവിയർ ലെവൽ. ഇനി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, ആ ട്രെയിനിങ് നടത്തിയതിലൂടെ നമുക്ക് ചേഞ്ചസോ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ബിഹേവിയറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Evaluation at this level takes place post-training. It is recommended that this can be done at least 3 to 6 months after the training event has concluded. And the evaluation is primarily through observation, looking for a change in participants' job behavior. അപ്പോൾ നമുക്ക് ഇവാലുവേഷൻ നടത്തുന്നതിൻ്റെ ഉദ്ദേശം അറിയാം, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ പാർട്ടിസിപ്പൻസിൽ, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രീയും പോസ്റ്റും കണ്ടുപിടിക്കുന്ന പോലെ. നമ്മൾ റിസർച്ച് നടത്തുമ്പം പ്രീയും പോസ്റ്റും കണ്ടുപിടിക്കുന്നത്, നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് നടത്തും, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് റിസൾട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ ആ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് എന്തെങ്കിലും നമ്മുടെ ടൂൾ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളൊരു ട്രെയിനിങ് നടത്തിയിട്ട് വീണ്ടും ഒരു മാസം കഴിയുമ്പം വീണ്ടും നമ്മൾ ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോസ്റ്റ് ട്രെയിനിങ്ങിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ ഒരു ബിഹേവിയറിൻ്റെ ലെവല്. നെക്സ്റ്റ് റിസൾട്ട്സ്. ഇതിനെല്ലാം നമ്മൾ ഈ ഫസ്റ്റ് ലെവലാണെങ്കിലും സെക്കൻഡ് ലെവലാണെങ്കിലും തേർഡ് ലെവലാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഔട്ട്കംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ ബിഹേവിയറിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റിസൾട്ട് കൊണ്ട് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആണ് ഈ റിസൾട്ട്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Determine to what degree targeted outcome occur as a result of the learning event and subsequent reinforcement. Evaluation focuses on the specific outcomes that were targeted as a result of training. It also for defining of specific measures that will be changed or improved as a result of training intervention. ഇതിനൊക്കെയാണ് നമ്മൾ റിസൾട്ട്സ് ലെവൽ 4 റിസൾട്ട്സ് ഉപയോഗപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, എവിടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ കിർക്ക്പാട്രിക് ബേസിക് ലെവൽ ഓഫ് ഇവാലുവേഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി
നോക്കാൻ പോകുന്നത്. Kirkpatrick evaluation model is useful and well-known starting point to learning evaluation. The lower levels, that is, learning and reaction, are used in learning and development. The higher levels, behavior and results, however, are usually ignored in practice because they are often harder to evaluate. അതായത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് നമ്മുടെ ക്രിക്പാട്രിക് മോഡൽ. സ്റ്റാർട്ടിംഗ് ലെവലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ലോവർ ലെവൽസ് ഉപയോഗിക്കാൻ പറ്റുന്നത് ലേണിങ്ങിനും ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് റിയാക്ഷനും ലേണിങ്ങും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ലേണിങ്ങിലും ഡെവലപ്മെൻറ്റിലും ആണ്. പിന്നെ ഹയർ ലെവൽസിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല, കാരണം അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അടുത്തത് പറയുന്നത് ബട്ട് നോയിങ് ദ ഇമ്പാക്ട്സ് ഓഫ് ദ ലേണേഴ്സ് ബിഹേവിയർ ആൻഡ് ബിസിനസ് റിസൾട്ട്സ് ഈസ് ഫെയർലി ഇമ്പോർട്ടൻറ്റ്. ഇൻ ഫാക്ട് research suggests that learning reaction is poor indicator of whether or not they learned anything or if their behavior will change. അപ്പോൾ ഈ ബിഹേവിയർ അല്ലെങ്കിൽ റിസൾട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് ലേണറിൻ്റെ റിയാക്ഷൻ ഒരു പൂർ ഇൻഡിക്കേറ്റർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ വേറെ എന്തെങ്കിലും ട്രെയിനിങ് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അതാണ് ഇവിടെ. അതുകൊണ്ടാണ് അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമ്മുടെ ക്രിക്പാട്രിക് ബേസിക് ലെവൽ ഓഫ് ഇവാലുവേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ they provide early signs of problem with your learning program you need for levels to tell the story, and if your programs were not successful, identify areas for improvement. നമ്മൾ ഈ ട്രെയിനിങ് ഈ ബിഹേവിയറിൽ അല്ലെങ്കിൽ റിസൾട്ട്സിൻ്റെ ഇടയ്ക്ക് അവർ സയൻസ് കാണിക്കും, അത് ശരിയായില്ല അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് ഓരോ സൈൻ ബോർഡ്സ് കാണും ഈ ട്രെയിനിങ്ങിൻ്റെ ബേസിക് ലെവൽ ഓഫ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ. അപ്പോൾ ആ സയൻസ് നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സാണ്. ആ ലേണിംഗ് പ്രോഗ്രാം ശരിയായില്ല അല്ലെങ്കിൽ അതിനൊരു എഫക്റ്റീവ് ഇല്ല എന്നുള്ളൊരു സൂചനകളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് ലെവൽ 3 ലെവൽ 4 ആണ്. ലെവൽ 3യും ലെവൽ 4ലൂടെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ക്രിക്പാട്രിക് ബേസിക് ലെവലിൽ പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ വീക്ക്നെസ്. ഇത്ര നേരം നമ്മൾ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വീക്ക്നെസ്, എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഈ മോഡൽസിലൂടെ ഉള്ളത്. ഫസ്റ്റ് വൺ, ട്രെയിനിങ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മളെപ്പോഴും ട്രെയിനിങ് എപ്പോഴും റീപ്ലേസ് ചെയ്തേക്കുവാണ്, ഇത് ലേണിങ്ങും ഡെവലപ്മെൻറ്റും കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്തേക്കുവാണ്. നെക്സ്റ്റ്, ഫോർമൽ ട്രെയിനിങ് ഈസ് ബിക്കമിങ് ലെസ് പ്രോമിനൻറ്റ്. ക്രിക്പാട്രിക്സ് മോഡൽ ഈസ് നോട്ട് നെസസറിലി സൂട്ടഡ് ടു ദ ന്യൂ അപ്രോച്ചസ് ഓഫ് ലേണിംഗ്. ഫോർമൽ ട്രെയിനിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. എപ്പോഴും അവർ കൊടുക്കുന്നത് ബാക്കി 2 ഫോംസ് ഓഫ് എഡ്യൂക്കേഷനാണ്, അതായത് ഇൻഫോർമലും നോൺ ഫോർമലിലുമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രിക്പാട്രിക്കിൻ്റെ ലെവൽ. പക്ഷേ ഫോർമൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ അവർ കൂടുതലും ഇമ്പോർട്ടൻസ് ഒന്നും ഈ ലെവലിന് ഇവാലുവേഷൻ പ്രോസസ്സിന് കൊടുക്കുന്നില്ല. പിന്നെ ക്രിക്പാട്രിക് മോഡൽ ഇപ്പോഴത്തെ പുതിയ ലേണിംഗ് അപ്രോച്ചസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അനദർ ഡ്രോബാക്ക് ഈസ് ദ ലെവൽ 3 ആൻഡ് ലെവൽ 4 വിച്ച് ആർ ആർഗ്യുബിളി yield the most useful information for the business are time consuming, resource intensive and expensive to implement. അതായത് 3ഉം 4ഉം നമുക്ക് വാക്കാലും നമുക്ക് പറയാം, ബട്ട് നമുക്കത് അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 3ഉം ലെവലെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. പോസ്റ്റ് ട്രെയിനിങ് നടത്താനും അതിൻ്റെ റിസൾട്ട് കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി 2 പറഞ്ഞാൽ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ട് റിസൾട്ട് കിട്ടും. ബട്ട് ബിഹേവിയറും റിസൾട്ടെന്നും പറയുന്നത് ഇച്ചിരി ഒരു 3 തൊട്ട് 6 മന്ത്സെന്നും വീക്സെന്നും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു വീക്ക്നെസ്സാണ് നമുക്ക് ക്രിക്പാട്രിക്കിൻ്റെ മോഡലിൽ പറയുമ്പോൾ. Next, most importantly, organization changes in many ways, and these changes affect behavior and results as training. For example, measurements improve in retention and productivity could result from the arrival of a new boss or from a new computer system rather than training, or it could be combination of these.
അതായത് ഒരു ഓർഗനൈസേഷൻ മാറുന്നതനുസരിച്ച്, ഇപ്പം ബിസിനസ്സിലൊക്കെ പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മാറുന്നതനുസരിച്ച് അവരുടെ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ അവരുടെ പോളിസീസും മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ഒരു മോഡൽ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു ബിഹേവിയർ ചേഞ്ചസ് അല്ലെങ്കിൽ ട്രെയിനിങ് മാറുന്നതനുസരിച്ച് റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിൻറ്റ്സ്. താങ്ക് യു.